ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കോവയ്ക്ക ഫ്രൈ ആണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രഷായിട്ട് പറിച്ചിട്ട് വന്നതാണ്. അത് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് നെടുകെ കീറി 4ആയി മുറിച്ചതാണ്. കുറച്ച് കനത്തിൽ തന്നെ മുറിച്ചെടുക്കുക. ഇനി ഒരു മുട്ട, അത് ഓപ്ഷണലാണ്. മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മസാലയൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രം മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ ഞാനിപ്പോൾ മുട്ട ഒഴിച്ച് മാത്രമാണ് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം ഒഴിച്ചും കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായി പോകരുത്. ആ ഒരു മിക്സ് നല്ല ടൈറ്റായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കോവയ്ക്കയിൽ പെർഫെക്റ്റായിട്ട് ആ ഒരു കോട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാനിവിടെ മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ആ ഒരു മിക്സ് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാര്യം കോവയ്ക്കയിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു മിക്സ് ലൂസായി പോവും. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് തന്നെ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് മുറിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചും കൂടി ഇട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.